ഹലോ എല്ലാവർക്കും അമ്മക്കുട്ടി തുമ്പി വ്ളോഗിലോട്ട് സ്വാഗതം. കുറേ മാസങ്ങൾക്ക് ശേഷം നമ്മൾ ഇന്നൊരു വീഡിയോ എടുക്കുകയാണ് ഗൈസ്. കുറേ ആയിട്ടോ വീഡിയോസും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്തിട്ട് കുറേ നാളായി. വേറെ ഒന്നുമല്ല, ചെറിയ ചെറിയ തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ് വീഡിയോസ് അപ്ലോഡ് ചെയ്യാതിരിക്കണേ. എല്ലാവരും ചോദിക്കും സുഖമാണോ എന്നൊക്കെ. സുഖമായിട്ടിരിക്കണം. നിങ്ങളൊക്കെ ഞങ്ങളുടെ വീഡിയോസൊക്കെ കാണുന്നുണ്ട്, സബ്സ്ക്രൈബ്സൊക്കെ വരുന്നുണ്ട്. അതുപോലെ തന്നെ എല്ലാവരും നമ്മുടെ വീഡിയോ കാണണം. ഓക്കെ, അപ്പോൾ ഇവിടെ ഞങ്ങൾ ഇന്നത്തെ നമ്മുടെ അടിപൊളി വീഡിയോ എന്ന് പറയുന്നത് നമ്മളിന്ന് നമ്മൾ പാലക്കാട് ലുലു മോളിൽ ഓഫേഴ്സ് ഉണ്ട് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് പോയി നോക്കാമെന്ന് വെച്ചിട്ട് ഞങ്ങൾ എല്ലാവരും കൂടെ റെഡി ആവാൻ വേണ്ടി പോവുക. ഞാൻ റെഡി ആയി കഴിഞ്ഞു. ഇവിടെ ഒരാൾ ഇരിക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ ഒരാൾ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഇവിടെ റെഡി ആവുന്നതിന് 5 മിനിറ്റ് മുന്നാണ് റെഡി ആവുള്ളൂ അല്ലേ? ഇപ്പോൾ എനിക്ക് 5 മിനിറ്റ് എല്ലാവരും എണിച്ചിരിക്കും, ആൾ ധൃതി പിടിക്കും. അപ്പോൾ ഇന്ന് എല്ലാവരും കൂടെ ഞങ്ങളൊന്ന് പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മുടെ അടിപൊളി ഈവനിങ് ഷോപ്പിംഗ് വീഡിയോ ആണ്. അപ്പോൾ പോയി നോക്കാം അവിടെ എങ്ങനെയാണ്. അപ്പോൾ നമ്മുടെ പുതിയ സബ്സ്ക്രൈബേഴ്സൊക്കെ നമുക്ക് വന്നിട്ടുണ്ട്. എല്ലാവരോടും താങ്ക് യു. നിങ്ങളുടെ സപ്പോർട്ട് സ്നേഹമൊക്കെ ഉണ്ടാവണം. നമ്മളെ ഫസ്റ്റ് മുതലേ നമ്മൾ അറിയുന്നവർക്ക് അറിയാം നമ്മുടെ കാര്യങ്ങളൊക്കെ. കുഴപ്പമൊന്നുമില്ല, നമ്മൾ സുഖമായിട്ടിരിക്കണോ, കുഴപ്പമൊന്നുമില്ല. പിന്നെ എന്താ പറയുക, നമുക്ക് സ്വത്തും മുതലും പണവും ഒന്നുമല്ല വലുത്. ആരെന്ത് നേടിയെടുത്താലും, നമുക്ക് അർഹതപ്പെട്ടതുപോലെ നമുക്ക് ആരെങ്കിലും നേടിയെടുത്താൽ പോലും നമുക്കതിനോട് ഒരു ടെൻഷനും ഇല്ല. കാരണം കർമ്മം ആ ഒരു സംഭവം ഉണ്ടല്ലോ, അത് ഡെഫിനറ്റ്ലി തിരിച്ചടിക്കുക തന്നെ ചെയ്യും. അതൊന്നും നമുക്കൊരു വിഷയമുള്ള കാര്യമല്ല. പിന്നെ അതേപോലെ തന്നെ ആരെന്ത് നേടിയെടുത്ത് സന്തോഷിച്ചാലും ഞങ്ങൾ ഹാപ്പിയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ എന്നെ സംബന്ധിച്ച് ഞാനും എൻ്റെ മക്കളും 2 കുഞ്ഞു മക്കളാണ്. ആ കുട്ടികളെ നോക്കണം, വളർത്തണം, ഒരുപാട് കാര്യങ്ങളുണ്ട്. നമുക്ക് നെഗറ്റീവ്സിൻ്റെ പിന്നാലെ നടക്കാനോ ഒന്നിനും നമ്മൾ ഇനി നിൽക്കുന്നില്ല. അത് ആ രീതിക്ക് പൊയ്ക്കോട്ടെ. ഭഗവാൻ ഗുരുവായൂരപ്പനോട് എല്ലാം ഞാൻ സമർപ്പിച്ചിട്ടുണ്ട്. ഭഗവാൻ തിരിച്ചു തന്ന ജീവനാണ് എനിക്കിത്. അപ്പോൾ അതുകൊണ്ട് ആ ഭഗവാൻ അറിയാം എന്ത് ചെയ്യണം, ഏത് ചെയ്യണമെന്ന്. അതുകൊണ്ട് ഒന്നുമില്ല. അപ്പോൾ അതിലൊന്നും നമുക്ക് ഒരു പ്രശ്നമില്ല. ആരോ എന്തോ പറഞ്ഞോട്ടെ. കാരണം നമ്മൾ അവശ്യ നിലയായിട്ട് കിടന്നു കഴിഞ്ഞാലും ആ കടന്നു പറഞ്ഞ് മനസ്സുകൊണ്ട് സന്തോഷിച്ച് സെൻറ്റിമെൻറ്റ്സ് അടിക്കുന്നവർ. ഇത്തിരി എന്തെങ്കിലും ഒന്ന് നന്നായി കഴിഞ്ഞാൽ അവർ പറയും, ഓ ഇത് കണ്ടില്ലേ നന്നായി എന്ന് പറഞ്ഞിട്ട് കുറ്റം പറയും. അവരെന്തോ പറയട്ടെ, നമ്മൾ ആരുടെയും ചിലവിലല്ല. ഞങ്ങളെ സംബന്ധിച്ചിട്ടോ, നമ്മുടെ കാര്യം ഞങ്ങൾ ആരുടെയും ചിലവിലല്ല കഴിയണേ. അപ്പോൾ ആരെന്തും പറഞ്ഞാലും ഞങ്ങൾക്ക് ഒരു പ്രശ്നമില്ല, ഒറ്റ പ്രശ്നമില്ല. പിന്നെ ഞാൻ ദുബായിലേക്ക് പോകണ ഒരു പ്ലാൻ ഉണ്ട് ഗൈസ്. അപ്പോൾ ഞാൻ നിങ്ങളോട് എല്ലാം ഓക്കെ ആയിട്ട് പറയാമെന്ന് വിചാരിച്ചിട്ടാണ്. വേറൊന്നുമല്ല, ഡാൻസിൻ്റെ ബേസ് ചെയ്തിട്ടാണ്. അപ്പം എൻ്റെ ഒരു കസിൻ ദുബായിലുണ്ട്. അപ്പോൾ അങ്ങനെ പ്രമാണിച്ച് ഞാൻ അവിടെയാണ്, ഖത്തറിലാണ് ഞാൻ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഡാൻസിൻ്റെ. അപ്പോൾ അവിടെ ഒരു പ്ലാനിങ് ഉണ്ട്. അപ്പോൾ അതിൻ്റേതായ കാര്യങ്ങൾക്ക് വേണ്ടി ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ചെറിയ ഓട്ടത്തിലെ കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ എല്ലാം ഒന്ന് റെഡിയായി വരട്ടെ, നോക്കിയിട്ടേ ചെയ്യുന്നുള്ളൂ, കൺഫേം ആക്കിയിട്ടില്ല. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളൊക്കെ. അപ്പോൾ എല്ലാം കൺഫേം ആയിട്ട് പറയാം. ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹത്തിൽ എല്ലാം തന്നെ ശരിയാവട്ടെ ഗൈസ്. പിന്നെ നിങ്ങളെല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം. ഇതുവരെ നിങ്ങളെല്ലാവരും കൂടെ നിന്നിട്ടുണ്ട്. നമ്മുടെ ഫാമിലി, ഫ്രണ്ട്സ്, നമുക്കറിയുന്ന എല്ലാവരും 10 പേര്, ഞാൻ ഇപ്പോഴും പറയണം, നേരത്തെ പറഞ്ഞ പോലെ 10 പേര് മാറി നിന്നാലും 100 പേര് കൂടെയുണ്ട്. അല്ലെങ്കിൽ 100 പേരിൽ 90 പേര് കൂടെയുള്ളപ്പോൾ 10 പേര് മാറി നിന്നതിന് നമുക്കിപ്പോൾ പ്രത്യേകിച്ച് ഒന്നും കുഴപ്പമില്ല, ഒരു പ്രശ്നമില്ല. അതേപോലെ തന്നെ ഭഗവാന്റെ അനുഗ്രഹം, ഭഗവാൻ ഗുരുവായൂരപ്പൻ, ഞാൻ കൃഷ്ണഭക്തയാണ്. ഭഗവാൻ ഗുരുവായൂരപ്പൻ തിരിച്ചു തന്ന എൻ്റെ ജീവനാണ് എനിക്കിത്. കാരണം ഒരുപാട് ഞാൻ ദുരന്തം അനുഭവിച്ചു. ഇപ്പോഴാണ് ഞാൻ ബോൾഡായിട്ട് നിൽക്കാൻ തുടങ്ങിയത്. ഞാൻ എവിടെയും ഞാൻ തളരില്ല. ഭഗവാൻ കൃഷ്ണൻ നീ തളർന്നു പോ എന്ന് പറഞ്ഞ ആ സമയമായി നമുക്ക് തളർന്നു പോകാം. പക്ഷെ ഭഗവാൻ കൂടെ ഉള്ളപ്പോൾ നമുക്ക് എന്തിനാണ്? നമ്മൾ വിശ്വസിക്കുന്ന ദൈവം നമ്മുടെ പഠിച്ചവനാണെങ്കിലും യേശു ആണെങ്കിലും നമ്മൾ വിചാരിക്കുന്ന ദൈവം നമ്മൾ വിശ്വസിക്കുന്ന ദൈവം നമ്മുടെ കൂടെ ഉള്ളപ്പോൾ നമ്മളെ ആർക്കും തളർത്താൻ കഴിയില്ല. മുതൽ ഒന്നുമല്ല വലുത്. അതേപോലെ തന്നെ ഗൈസ്, നമുക്കൊക്കെ ഒരു ലോട്ടറി അടിച്ച ഒരാളുടെ ലൈഫ് മാറിയില്ലേ? അതേപോലെ തന്നെ ഒരു അസുഖം വന്നാൽ ലക്ഷങ്ങളും ചിലവായി എന്നൊന്നും മനുഷ്യന്മാർ ചിന്തിക്കുന്നില്ല. പോട്ടെ, അതൊക്കെ പോട്ടെ. ഞാനിനി ബാക്കോട്ടൊന്നും എൻ്റെ ലൈഫിൽ ഞാൻ എടുക്കുക ചെയ്യാൻ താല്പര്യപ്പെടുന്നില്ല. നെഗറ്റീവ് ഉണ്ടാവാം, പോസിറ്റീവ് ഉണ്ടാവാം, എന്ത് വേണമെങ്കിൽ ഉണ്ടാവാം. പക്ഷെ നമ്മളെ അറിയുന്നവർക്ക്, പിന്നെ നമ്മുടെ കയ്യിൽ എല്ലാ തെളിവും ഭദ്രമായിട്ട് ഇപ്പോഴും ഉള്ളതുകൊണ്ട്, ആയുധം നമ്മുടെ കയ്യിൽ ഉള്ളതുകൊണ്ട് നമുക്കതിലൊന്നും ഒരു ടെൻഷനും ഇല്ല. പോണ പോലെ പോട്ടെ. എനിക്കിപ്പോൾ വേറെ ഒന്നും ഞാൻ ചിന്തിക്കുന്നില്ല. 2 മക്കൾ, അവരെ നന്നായി നോക്കണം, അവരെ വളർത്തണം. അവരുടേതായ കാര്യങ്ങൾ, കുറച്ച് ഫിനാൻഷ്യലി പ്രോബ്ലങ്ങളുണ്ട്. എല്ലാം ഭഗവാൻ ഞാൻ വിശ്വസിച്ച് വന്ന കാരണം, ഇത്രയും ഈ കുഞ്ഞുനാൾ മുതൽ വിശ്വസിക്കാൻ കാരണം, ഇത്രയും ദുരന്തം അനുഭവിച്ചിട്ടും സത്യങ്ങൾ വെളിയിൽ സത്യം പോലെ വന്നു, തെളിവ് സഹിതം വെളിയിൽ വന്ന് ഭഗവാൻ ഗുരുവായൂരപ്പൻ രക്ഷപ്പെടുത്തിയത് തന്നെ. മന്ത്രവും തന്ത്രവും ഒന്നും എവിടെയും ആവില്ല. കാരണം ഭഗവാൻ കണ്ണ് തുറന്നാൽ പിന്നെ അവിടെ ഒന്നും സംഭവിക്കില്ല. ഇപ്പം നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും, ഇതെന്താ ഇങ്ങനെയൊക്കെ വ്ളോഗിൽ പറയണം അവിടെ ഇവിടെ തൊടാണ്ടെന്നൊക്കെ. അവിടെ ഇവിടെ തൊട്ട് കഴിഞ്ഞാൽ ഗൈസ് നാളെ ഞാൻ വൈറലാവും.
ഞാൻ മൊത്തത്തിൽ എന്താ പറയുക, വീട്ടിൻ്റെ മുറ്റത്ത് പത്രക്കാർ വരേണ്ട അവസ്ഥയാവും. ഞാൻ ഉള്ളതുപോലെ പക്കയായിട്ട് തെളിവ് സഹിതം യൂട്യൂബിൽ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ. പക്ഷേ നെഗറ്റീവായിട്ട് പത്രക്കാർ വരികയല്ല, എല്ലാവരും അന്തം വിട്ട് പോകും. അത്രയും അത്ഭുതമാകും എല്ലാവർക്കും. ഇപ്പോൾ ലോകത്ത് നടക്കുന്ന പല കാര്യങ്ങളുമാണ് എൻ്റെ ലൈഫിൽ നടന്നു പോയത്. അതുകൊണ്ട് എല്ലാവർക്കും അത്ഭുതമാകും. കാരണം ഭയങ്കര നെഗറ്റീവ് പറയുന്നവർ പോലും പോസിറ്റീവായി മാറും. അങ്ങനെ അവരുണ്ടെങ്കിൽ അതൊന്നും നമ്മളിപ്പോൾ ചിന്തിക്കുന്നില്ല. നമ്മുടെ ലൈഫ് നമ്മളിപ്പോൾ ഞാൻ നിങ്ങളോട് പറയുമ്പോൾ നിങ്ങൾക്ക് അതൊക്കെ ഒരു കേൾവിയാണ്. പക്ഷേ എനിക്കെൻ്റെ ജീവിതമാണ്. കാരണം ഇപ്പോൾ ഞാൻ യൂട്യൂബിൽ ഇപ്പോഴാണ് ഞാൻ വീഡിയോസൊക്കെ ഇടുന്നത്. ഞാനായിട്ട് ഡാൻസ് കളിക്കുന്ന വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ ഇപ്പോഴാണ് ഇടുന്നത്. നേരത്തെ ഞാൻ അമ്മുക്കുട്ടിയെ ബേസ് ചെയ്തിട്ട് മാത്രമേ ഇടുന്നുണ്ടായിരുന്നുള്ളൂ. ഇപ്പോഴാണ് ഞാൻ വീഡിയോസൊക്കെ ഇടുന്നത്. നമ്മൾ പിന്നെ ബോൾഡായിട്ട് ഇനി മുന്നോട്ട് ഞങ്ങൾ പോകും. ആരെന്ത് പറഞ്ഞാലും നോ. സബ്സ്ക്രൈബേഴ്സിനൊന്നും കാര്യങ്ങൾ അറിയില്ല. നമ്മുടെ ബാക്കിലോട്ടുള്ള വീഡിയോസൊക്കെ ഒന്ന് കാണണം എല്ലാവരും. അപ്പോൾ നമുക്ക് ജസ്റ്റ് വീഡിയോസ്, ഷോർട്ടല്ല വീഡിയോസ് ഒന്ന് കണ്ടു കഴിയുമ്പോൾ നമ്മുടെ എന്തുകൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ പറഞ്ഞതെന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മൾ പഴയ സബ്സ്ക്രൈബേഴ്സ്, നമുക്ക് റിലേറ്റീവ് ഫാമിലി എല്ലാവർക്കും കാര്യങ്ങൾ അറിയാം. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് കേട്ടോ, വേറെ ഒന്നല്ല. അപ്പോൾ എല്ലാ കാര്യങ്ങളും നമ്മൾ വിട്ടു. നമ്മളിനി നമ്മുടെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോവുക, വേണ്ട കാര്യങ്ങൾ ചെയ്യുക. ബാക്കി തന്ത്രവും മന്ത്രമൊക്കെ ആ രീതിക്ക് അവർ ആരെങ്കിലുമൊക്കെ ചെയ്യട്ടെ. പാവങ്ങൾ സമയം പോണ്ടേ, അപ്പോൾ അതൊക്കെ അവർ ആ രീതിക്ക് ചെയ്യട്ടെ. നമുക്ക് ഭഗവാന്റെ നന്നായി, ദൈവത്തിനോട് നമ്മൾ നന്നായി പ്രാർത്ഥിക്കുക അല്ല, അത്ര മാത്രമേ ഉള്ളൂ. ഇവിടെയൊന്നും അഹങ്കരിക്കുന്നില്ല. ഭഗവാനെ എല്ലാം നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിഞ്ഞാൽ മതി, എത്ര മാത്രമേ ഉള്ളൂ. വേറെ ഒന്നിനും നമ്മൾ ഇൻക്ലൂഡിങ് അല്ല ഇനി. അപ്പോൾ നമ്മുടെ ചെറിയൊരു വിശേഷം ഞാൻ കുറേ ആയില്ലേ പറഞ്ഞിട്ട്, അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ ഒരു വീഡിയോ ഇട്ടത്. അപ്പോൾ നമുക്ക് നമ്മുടെ വ്ളോഗിലോട്ട് കിടന്നു. നമുക്കിനി പോണതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ കാണാം. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ അങ്ങനെ ഇതാ നമ്മൾ കൊണ്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നല്ല കാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് വണ്ടിയിൽ. അമ്മുക്കുട്ടി ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ് കേട്ടോ. അപ്പോൾ സമയം ഒരു 7 മണി ആവാറായി. അമ്മുക്കുട്ടി അത് വേണം ഇത് വേണം എന്നൊക്കെ പറഞ്ഞപ്പോൾ അവളത് കേൾക്കുകയാണ് കേട്ടോ. അപ്പോൾ ചിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഉണ്ട് കൂടെ. അപ്പോൾ നല്ലൊരു വൈബ് തന്നെയാണ് കേട്ടോ ഈ പോക്കെന്ന് പറയുന്നത്. സൂപ്പറാണ് നൈറ്റിൽ എല്ലാവരും കൂടെ പോണത്. നല്ല തിരക്കുണ്ടായിരുന്നു. ഓഫേഴ്സും കാര്യങ്ങളും ആയതുകൊണ്ടാണ് കുറച്ചും കൂടി എന്ന് തോന്നുന്നു. മാളിലും നല്ല തിരക്കും കാര്യങ്ങളുണ്ട്. നമുക്ക് പോയി നോക്കാം അവിടുത്തെ ഓഫേഴ്സും കാര്യങ്ങളും എങ്ങനെയൊക്കെയാണ് എന്ന് നോക്കാം. നല്ല രസമായിട്ട് ലൈറ്റ് അറേഞ്ച്മെൻറ്റും കാര്യങ്ങളൊക്കെ കാണാൻ നല്ല തിരക്കുണ്ട് കേട്ടോ. നല്ല പ്രതീക്ഷയും കാട്ടി ട്രിപ്പിൾ മറിഞ്ഞ് തിരക്കുണ്ട്. അങ്ങനെ നമ്മുടെ ഇതാ മാളെത്തിക്കഴിഞ്ഞ് ഇനി നമുക്ക് അവിടെയുള്ള ഓഫേഴ്സ് കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം അല്ലേ. ഇതാണ്ടോ ഞാൻ പറഞ്ഞില്ലേ, സോപ്പ്, അതുപോലെ സ്പ്രേ, അങ്ങനെയുള്ള കുറേ ഐറ്റംസ് സാധനങ്ങൾ അത്യാവശ്യം നല്ല ഓഫേഴ്സ് തന്നെയുണ്ട് കേട്ടോ. നല്ല ഓഫേഴ്സ് തന്നെയുണ്ട്. ഡ്രസ്സും കാര്യങ്ങൾക്കും നല്ല ഓഫേഴ്സും കാര്യങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ മാർക്കറ്റിൽ പോയിട്ട് ആദ്യം അവിടെ എന്തൊക്കെയാണെന്ന് നോക്കാമെന്ന് വെച്ച് ഞങ്ങൾ പോകാൻ വേണ്ടി നിൽക്കുമ്പോൾ ഒരു ഹായ് കാണിക്കാൻ പറ്റും. അപ്പോൾ ഹായ് കാണിച്ചാട്ടോ. മാർക്കറ്റിൻ്റെ ഉള്ളിൽ എങ്ങനെ കയറും, സൂപ്പർ തിരക്കാണ്. അപ്പോൾ അങ്ങനെ നമ്മളിതാ സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടി റെഡിയായി. അങ്ങനെ ഇത് ക്രിസ്മസ് സമയത്ത് പോയതുകൊണ്ട് നമുക്ക് നല്ല ഫോട്ടോസ്, അടിപൊളി ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. ഇതുണ്ട് ഇതൊക്കെ കാണുന്നതൊക്കെ ഈ സൈഡിൽ കാണുന്നത് മുഴുവനും നമ്മുടെ ഓഫേഴ്സും കാര്യങ്ങളാണ്. അമ്മുക്കുട്ടി പിന്നെ നേരെ പോയിട്ട് ജെല്ലിൻ്റെ കളിക്കുന്ന ആ സംഭവം വേണമെന്ന് പറഞ്ഞിട്ട് പിന്നെ കുറേ വാശി പിടിച്ച് പറഞ്ഞ് വാങ്ങിക്കൊടുത്തു. എനിക്കതിനോട് വലിയ ഇതൊന്നുമില്ല. പിന്നെ ബോട്ടിൽ കാര്യങ്ങൾ, പിന്നെ ഈ സൈഡിലുള്ള കാര്യങ്ങൾക്ക് നല്ല ഓഫേഴ്സ് ഉണ്ട് കേട്ടോ. പിന്നെ ഇതാ ടെഡി ബിയേഴ്സ്, പിന്നെ അമ്മക്കുട്ടിക്ക് ഏറ്റവും പ്രാധാന്യം ഇങ്ങനെയുള്ള സംഭവങ്ങളാണല്ലോ കുട്ടികൾക്ക്. അത് പക്ഷേ നല്ല റേറ്റ് ഉണ്ട് കേട്ടോ. അതിൻ്റെ ഉള്ളിലും കൂടി ആകുമ്പോൾ ഓഫേഴ്സ് അല്ലാത്തതിനൊക്കെ അത്യാവശ്യം നല്ല റേറ്റ് പറഞ്ഞാൽ നല്ല നല്ല സൂപ്പർ റേറ്റാണ്. അപ്പോൾ അങ്ങനെ ഓരോ സംഭവങ്ങളായിട്ട് വാങ്ങിച്ച് കുറച്ച് പിന്നെ ഫുഡ് കഴിക്കാമെന്ന് വെച്ചിട്ട് എന്താ പറയുകയെന്നറിയോ, അടിപൊളിയാണ് കേട്ടോ. സെറ്റാണ് സംഭവം. നമുക്ക് വേണ്ട സംഭവങ്ങളൊക്കെ നമുക്ക് ഇഷ്ടമുള്ള പോലെ എടുക്കാം. നമ്മുടെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചിട്ട് നമുക്ക് വാങ്ങാം. അപ്പോൾ ഞങ്ങൾ കുറച്ച് ഫ്രൈഡ് റൈസും കാര്യങ്ങളൊക്കെ കൂടി എല്ലാവരും കൂടെ കുറച്ച് സംഭവങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ നമ്മുടെ ഇഷ്ടമുള്ള പോലെ. ഇവിടെ ജ്യൂസ് കാര്യങ്ങളൊക്കെ വാങ്ങി. ഇത് എന്താ പറയുക, അച്ചാറാണ്. എൻ്റെ പൊന്നി എന്തും വേണമെന്നറിയാം. ആ ഒരു ഭാഗത്തിലേക്ക് പോകുമ്പോൾ നല്ല അടിപൊളി കണ്ണിമാങ്ങ തൊട്ട് സകലത്ര സംഭവങ്ങളും ഉണ്ട്. അത് ഫ്രഷായിട്ട് അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സംഭവങ്ങളാണ്. ക്രിസ്മസ് ആയതുകൊണ്ട് കുട്ടികളുടെ ഫോട്ടോസ് എടുക്കലും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ തന്നെ എന്ത് രസം. നല്ലൊരു എന്താ പറയുക, ഒരു ക്രിസ്മസിൻ്റെ ഒക്കെ ഒരു വൈബ് ശരിക്കും അതിൻ്റെ ഉള്ളിൽ പോയപ്പോൾ കിട്ടി. ചോക്ലേറ്റിലേക്ക് പോയപ്പോൾ ദൈവം ഇത്രത്തോളം ചോക്ലേറ്റൊക്കെ ഉണ്ടോയെന്ന് ഞാൻ ഇപ്പോഴാണ് കാണുന്നുണ്ട്. നോർമലി സൂപ്പർ മാർക്കറ്റിൽ കുറച്ചൊക്കെ അല്ലേ, ഇവിടെ ആകുമ്പോൾ ഒരു ഫ്ലോർ നിറയാണ്. അങ്ങനെ ക്രിസ്മസ് സംബന്ധിച്ചിട്ട് ക്രിസ്മസിൻ്റെ കേക്ക് കാര്യങ്ങളൊക്കെ നല്ല അടിപൊളി ബോക്സിലാക്കി വെച്ചിട്ടുണ്ട്. ഇതാ നമ്മുടെ കുറേ നേരം ക്യൂ നിന്ന് നമ്മുടെ സംഭവം പർച്ചേസിൻ്റെ ബില്ലടിച്ചു. ഈ സാധനങ്ങളൊക്കെ ഞങ്ങൾ വാങ്ങി. ഞങ്ങളിതാ കുറച്ച് പേരും കൂടെ പോയി അവർ അടുത്തത് വാങ്ങി. അപ്പോൾ തിരക്കാണ് ഫുഡ് കഴിക്കാൻ വേണ്ടി. നമ്മൾ സീറ്റും കാര്യങ്ങളും കിട്ടാൻ വേണ്ടി ഭയങ്കര തിരക്കാണ്. അപ്പോൾ നമ്മൾ മേലോട്ട് പോയി, ഫസ്റ്റ് ഫ്ലോറിലോട്ട് പോയി. അവിടെ അപ്പോൾ നമ്മൾ സീറ്റിലൊക്കെ നല്ല കണ്ടു, അത്യാവശ്യം നല്ല തിരക്കുണ്ട്. ഈ സമയമായിട്ട് പോലും ഭയങ്കര തിരക്കാണ്, എപ്പോഴും തിരക്കുണ്ടാവും അവിടെ. അപ്പോൾ അങ്ങനെ നമ്മൾ വാങ്ങിയ സംഭവങ്ങളൊക്കെയാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞ് നമ്മൾ ഡ്രസ്സിൻ്റെ സംഭവങ്ങൾക്കും നിറയെ ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ എന്നാൽ കുറച്ച് ഡ്രസ്സും
അങ്ങനെ എടുക്കാമെന്ന് വിചാരിച്ച് അതും പോയി എടുത്തിട്ടാണ്. അങ്ങനെ ഇരിക്കുക കുട്ടികളുടെ ഭാഗത്തിലോട്ട് വരുമ്പോൾ എന്ത് രസമല്ലേ. എനിക്കൊക്കെ അമ്മൂൻ്റെ തുമ്പീൻ്റെയൊക്കെ ഓരോ ഓർമ്മകളൊക്കെ വരികയാണ് കേട്ടോ. കുഞ്ഞു മക്കളുടെ നല്ല നല്ല ക്യൂട്ടായിട്ടുള്ള ഡ്രസ്സും കാര്യം. പക്ഷെ റേറ്റില്ലേ സൂപ്പർ റേറ്റാണ്, നല്ല റേറ്റാണ് ഗൈസ്. അപ്പോൾ അങ്ങനെ അതേപോലെ തന്നെ ഡയമണ്ടിൻ്റെ കളക്ഷൻസ് പോലെ, ഡയമണ്ട് അല്ല കളക്ഷൻസ് പോലെ തോന്നുന്ന നല്ല മാലകൾ സൂപ്പറായിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം കുഴപ്പമില്ലാത്ത റേറ്റ് തന്നെയായിരുന്നു അതിലോട്ട് പോയി നോക്കിയപ്പോൾ ഞാൻ. എന്നാലും നല്ല ഭംഗിയുണ്ട്, നിറയെ സെലക്ഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെയൊക്കെ കഴിഞ്ഞ് ഞങ്ങളിതാ എല്ലാം കഴിഞ്ഞ ശേഷം നമ്മളിതാ തിരിച്ച് വീട്ടിലോട്ട് പോകണം. ഇപ്പോൾ സമയം ഒരു 9 മണിയായിട്ട്, അപ്പോഴും തിരക്കിനൊരു കുറവുമില്ല. കണ്ടില്ലേ അവിടുത്തെ അവസ്ഥ. അപ്പോൾ അങ്ങനെ നമ്മളിതാ ഇവിടെ തന്നെ നമുക്ക് ഇതിൻ്റെ ഫ്രണ്ടിൽ തന്നെ നമുക്ക് ബസ് കിട്ടും. അപ്പം നമ്മൾ തിരി സ്പീഡപ്പായി അങ്ങനെ വീട്ടിലോട്ട് പോയി. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സ്റ്റേ കാണാം. ബൈ.